നഗ്നചിത്രം പ്രചരിപ്പിക്കുമെന്നും ആസിഡ് ഒഴിക്കുമെന്നും ഭീഷണി മുഴക്കിയ യൂത്ത് ലീഗ് നേതാവിനെതിരെ MSF സംസ്ഥാന വനിതാ നേതാവ് നൽകിയ പരാതി പിൻവലിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ. യൂത്ത് ലീഗ് നേതാവിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും മോർഫ് ചെയ്ത നഗ്നചിത്രം പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് MSF സംസ്ഥാന വനിതാ നേതാവിന്റെ പരാതി. യുവതിയുടെ പരാതിയിൽ വേങ്ങര പോലീസ് IPC 354D 506, 509, 34, IT ആക്ട് 2008 പ്രകാരം 60A വകുപ്പും ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നാലെയാണ് ലീഗ് നേതൃത്വം ഇടപെട്ട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കേസ് പിൻവലിക്കാനാകില്ലെന്നും പരാതിക്കാരിയോട് മജിസ്ട്രേറ്റിന് നേരിട്ട് പോയി മൊഴി നൽകണമെന്നുമാണ് പോലീസ് അറിയിച്ചത്. കേസെടുത്തതിനാൽ തന്നെ ഇനി നിയമപരമായി മാത്രമേ പിൻവലിക്കാൻ കഴിയൂവെന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ എത്തിയവരെ പോലീസ് അറിയിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിയാസ് വെള്ളൂരിനെതിരെയാണ് യുവതി വേങ്ങര പോലീസിൽ പരാതി നൽകിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പരാതിക്കാരിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പ്രതി പ്രണയാഭ്യർത്ഥന നടത്തിയതായിരുന്നു. എന്നാൽ ഇത് താൻ തിരസ്കരിച്ചെന്നാണ് യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ 2023 നവംബർ മുതൽ നിരന്തരം നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും തന്നെ പിന്തുടർന്നു. ശേഷം തന്റെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രതിയുടെ പക്കലുണ്ടെന്നും ഇത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതിനു പുറമെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും പ്രതിയുടെ ഭാര്യയായ രണ്ടാം പ്രതി മറ്റു പ്രതികൾക്കൊപ്പം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴി. കഴിഞ്ഞ 6-നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് കേസെടുത്തതോടെ പരാതിക്കാരിക്കെതിരെ പയ്യന്നൂർ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെടുകയും വിവിധ വിഷയങ്ങൾ നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.